UDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത KC വേണുഗോപാലിനെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഏറെക്കാലമായി വേണുഗോപാലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാക്ക് എന്നതാണ് ശ്രദ്ധേയം. അനുയായികൾ ഉള്ളത് വേണുഗോപാലിനൊപ്പമാണ്. ഒരു മലയാളി കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷം. തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ അനുയായിയുള്ളത് വേണുഗോപാലിനാണ്. പുള്ളി ഡൽഹിയിലാണ്. പുള്ളി ഇവിടെ ഇഷ്ടംപോലെ അനുയായികളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ മകൻ വിടുവാന്ന് എനിക്ക് സംബന്ധിച്ചത് സോണിയയുടെ മകനെ ഇയാൾ അവിടെ വേണം പുള്ളിക്ക് പല കാര്യങ്ങൾക്കും. അയാളിപ്പോൾ നേതാവായില്ല. അയാൾ നമുക്ക് എത്ര വന്നാലും ഞാനുമായിട്ട് പല ഗുസ്തി ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിവിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെയുള്ള ഒരു മലയാളി ഡൽഹിയിൽ ചെന്ന് അവരെല്ലാം കീഴടക്കി അവരിൽ രണ്ടാമനായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവല്ലേ. കാരണം ഇന്നത്തെ പരിസ്ഥിതിക്ക് കാരണം കോൺഗ്രസിൻ്റെ സെൻട്രലിലും സ്റ്റേറ്റിലും പിടിമുറുക്കി നിൽക്കുന്ന വേണുഗോപാലിനായിരിക്കും ഇന്ന് സാധ്യത. പിന്നെ ഇതൊക്കെ സാധ്യത പറഞ്ഞാലും കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ട സാധ്യത. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പോയാൽ ആലപ്പുഴയിൽ CPM-ന് അതിന്റെ ദോഷമുണ്ടാവുമെന്ന് വെള്ളാപ്പള്ളി. സുധാകരനെ ആലപ്പുഴയിൽ ദുഃഖിപ്പിച്ച് നിർത്തരുത്. സുധാകരൻ വളർത്തിയവരാണ് ഇപ്പോൾ കാലുവാരുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു ശക്തി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സുധാകരൻ സാറിനെയൊന്നും വെറുപ്പിക്കാതെ കൊണ്ടുപോകണം. സുധാകരൻ സാർ ഒരു അപ്രസക്തനായ ഒരാളായിട്ട് കാണരുത്. അദ്ദേഹത്തിന് ഇന്നും വളരെയധികം പേരുകൾ ആലപ്പുഴയുണ്ട്. ആലപ്പുഴയിൽ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ച് നിർത്തരുത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും അറിയാം. ഒരു ജനപ്രിയനാണ്. അദ്ദേഹം വളർത്തിക്കൊള്ളുന്നവരാണ് പലരും അദ്ദേഹത്തിനെ കാലുവാരിയത്. അദ്ദേഹത്തെ കൂടെ ഒരു വിശ്വസ്തയിലെടുത്ത് കൊണ്ടുപോകാനുള്ള നയം ആലപ്പുഴ എടുത്തില്ല എങ്കിൽ അതിൻ്റേതായ ചെറിയ ദോഷങ്ങളൊക്കെ ആലപ്പുഴ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് ആ റിപ്പോർട്ട് പുറത്തു പോയി എങ്കിൽ അദ്ദേഹത്തിനെതിരായ ഒരു ശക്തി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് നേരെ തന്നെ അത് അവിടെ നിന്നല്ല എല്ലായിടത്തും പാർട്ടിയുടെ ചെറിയ ചെറിയ ഗ്രൂപ്പും വഴക്കും ഒക്കെ അധികാരത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അടുത്തത് VD സതീശനെ കുറിച്ചാണ്. VD സതീശനൊപ്പം ഒരു മരപ്പട്ടി പോലും ഇല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സതീശന് വിവരം വഴിയേ പോയിട്ടില്ല. സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയാണ് പെരുമാറ്റം. പ്രതിപക്ഷ നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയ പോലെയാണ് ആനയായി വന്ന് എലിയെപ്പോലെ സതീശൻ കഴിയുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോൺഗ്രസിനകത്ത് ആരാണ് നേതാവ്? ഒരു പ്രതിപക്ഷ നേതാവുണ്ട് സതീശൻ. സതീശൻ എന്ന് പറഞ്ഞാൽ വിവരമെന്ന് പറഞ്ഞാൽ വഴിയേ പോയിട്ടില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത്. ആരോടൊരു മാന്യവും മര്യാദയായിട്ട് പെരുമാറാൻ അറിയാൻ പാടില്ലാത്തതാണ്. പറിച്ചു കേട്ട താനേതാണ്ട് മുകളിൽ നിന്ന് സ്വർഗരാജ്യത്ത് നിന്ന് ദൈവദൂതനായിട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ട ആളിനെ കൂട്ടുള്ള വർത്തമാനമാണ്. വന്ന് ഇപ്പോൾ ഒരു മരപ്പട്ടി പോലും കൂടെ ഇല്ലാത്ത പരുവത്തിലായില്ലേ. അഹങ്കാരം ഒരിക്കലും ഒരു വിനയമാണ് മനുഷ്യർക്ക് വേണ്ടത്. പൊതുപ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും ഇത് വിനയമുണ്ട് അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായതോടുകൂടി ഏതാണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായ രീതിയാണ് പദവിയും പ്രതാപവും പറിച്ചത്. വന്ന് വലിയ ആനയായിട്ട് വന്ന് ഇപ്പോൾ കുഴിയാനയായിട്ട് കിടക്കുക. പിന്നെ കോൺഗ്രസിന് ആരാ ഉള്ളത്? ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, വെള്ളാപ്പള്ളി ശരണ്യയോട് സംസാരിക്കുമ്പോൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇത്രയും കാലമില്ലാത്ത തരത്തിൽ പെട്ടെന്ന് KC വേണുഗോപാലിനോട് വെള്ളാപ്പള്ളിക്ക് ഒരു സംശയം എന്ന് തോന്നുമ്പോഴാണ് തൊട്ടു പിന്നാലെ സതീശനോടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതായത് സതീശൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനല്ല, അതിന് യോഗ്യൻ KC വേണുഗോപാൽ തന്നെയാണ് എന്നത് തന്നെയല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ഓരോ ഘട്ടത്തിലും VD സതീശനെ കടന്നാക്രമിക്കുന്ന രീതി തന്നെയാണ് ശ്രീജ വെള്ളാപ്പള്ളി നടേശൻ വെച്ച് പുലർത്തിയിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്താണ് VD സതീശനെതിരെ ഏറ്റവും അധികം രൂക്ഷമായി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എങ്കിൽ പോലും അദ്ദേഹവും കോൺഗ്രസിലെ നിലവിലത്തെ ഒരു സാഹചര്യം, അതായത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്
പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ എങ്ങനെ വിലയിരുത്തുന്നു, അവരുടെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിനായിരുന്നു അത്തരത്തിലൊരു മറുപടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം വ്യക്തമാക്കിയത് വി.ഡി. സതീശൻ്റെ കൂടെ ഇപ്പോൾ ഒരു മരപ്പെട്ടി പോലും ഇല്ല എന്നുള്ള രീതിയിൽ പരിഹസിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയുമാണ് ആളുകളോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പുലർത്തേണ്ട പക്വതയോ പാകതയോ കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം അത് പല സമയങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഒരുപക്ഷെ അണികൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അണികൾ ഇപ്പോൾ വി.ഡി. സതീശനൊപ്പം അണികളില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി എന്നുള്ളൊരു ഭാവമാണ് വി.ഡി. സതീശന് ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ അതേ സമയം തന്നെ നമുക്കറിയാം, ആലപ്പുഴയിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും കെ.സി. വേണുഗോപാലുമായി എതിർചേരിയിൽ നിന്നിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ SNDP യോഗം ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ പരസ്യമായി അഭിനന്ദിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നതും ആ ഒരു ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് എന്നുള്ളത് തന്നെ പറയാം. കാരണം കെ.സി. വേണുഗോപാൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും കെ.സി. വേണുഗോപാലിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. അദ്ദേഹം ഒരു മലയാളി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ രണ്ടാമത്തെ ആളായി വളർന്നു വന്നു എന്നുള്ളതിൽ അഭിനന്ദനാർഹം തന്നെയാണ്. മാത്രമല്ല അണികളുള്ളത് കെ.സിക്കൊപ്പം മാത്രമാണ് എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ കോൺഗ്രസ് അത്തരത്തിൽ UDF ഒരു മുഖ്യമന്ത്രി മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരാകും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ കൊണ്ടുവരേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾക്കുൾപ്പെടെയാണ് ഇങ്ങനെ ഒരു മറുപടി എന്നത്. അതായത് കെ.സി. വേണുഗോപാൽ ആണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത ഉള്ളയാൾ. കാരണം അദ്ദേഹം കഴിവ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിലെ തന്നെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ആളായി വളർന്നു കഴിഞ്ഞു. അത് അഭിനന്ദനാർഹ്യമാണ്. ഒപ്പം തന്നെ കെ.സിക്കൊപ്പം മാത്രമാണ് അണികൾ ഉള്ളത് എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നു. അതേസമയം ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് എങ്ങനെ അധികാരത്തിൽ വരും എന്നതിനെ സംബന്ധിച്ച്, അധികാരത്തിൽ വന്നാൽ മാത്രമല്ലേ ഇത്തരത്തിലൊരു തർക്കമുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലെ തമ്മിലടി മാത്രമല്ല, ഈ പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിമുഖീകരിക്കുമ്പോൾ അത് BJP വലിയ തോതിൽ അത് ഉപയോഗിക്കുകയും കോൺഗ്രസ് വോട്ടുകൾ ഒഴുകുന്നത് BJPയിലേക്കാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും. അതൊരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ഗുണം കൊണ്ടായിരിക്കില്ല, പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൻ്റെ സാഹചര്യവും അങ്ങനെയാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വി.ഡി. സതീശനെ വളരെ രൂക്ഷമായ രീതിയിൽ പരിഹസിക്കുകയും എന്നാൽ കെ.സി. വേണുഗോപാലിന് കയ്യടി നൽകിക്കൊണ്ടുമുള്ള പ്രതികരണമായിരുന്നു നമ്മളോട് സംസാരിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശ്രീജ, ഇനി CPM-ലേക്ക് വന്നാൽ സുധാകരനെ വേണ്ടിയാണ് ഇന്ന് വെള്ളാപ്പള്ളിയുടെ വാക്കുകളുള്ളത്. സുധാകരനെ വിഷമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് നന്നാവില്ല. സുധാകരനെ ദ്രോഹിക്കുന്നതിനും പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാണല്ലോ വെള്ളാപ്പള്ളി പറയുന്നത്. അതെന്താണ് വെള്ളാപ്പള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ആലപ്പുഴയിലെ ഒരു CPM രാഷ്ട്രീയം നമ്മൾ വിശകലനം ചെയ്താൽ കൃത്യമായി പറയാൻ കഴിയും. ജി സുധാകരനുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായ സാഹചര്യങ്ങൾ വളരെയധികം ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് നേരെ ഒരു ഇടത് സൈബർ കോളങ്ങളിൽ നിന്ന് പ്രകോപിപ്പിക്കുന്ന പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അത് അതിരുകടന്ന വിമർശനങ്ങളിലേക്ക് പോകുന്നു. പാർട്ടി അംഗത്വത്തിലിരിക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെ അത്തരത്തിൽ വിമർശനങ്ങൾ പരസ്യമായി അപമാനിച്ചുകൊണ്ട് എഴുതുമ്പോൾ അതിനെതിരെ സുധാകരൻ വളരെ പ്രകോപനപരമായി തിരിച്ച് അദ്ദേഹം മറുപടി പറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായതോടുകൂടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ചില പ്രത്യാഘാതങ്ങൾ കൂടിയുണ്ട്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹവും അത്തരം ഒരു നിരീക്ഷണത്തിലൂടെ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജി സുധാകരനെ പിണക്കി നിർത്തുന്നത് ശരിയല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ജി സുധാകരനെ ദുഃഖിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു കാര്യത്തിലേക്ക് പോയാൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ സൈബർ ആക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തണം, അതിനകത്ത് കൃത്യമായ നടപടി എടുത്ത് പോകണം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ജനകീയ നേതാവാണ്. ജനകീയ നേതാവായതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു നേതാവാണ്. വേരുകൾ ആഴത്തിൽ ആലപ്പുഴയിൽ ഉള്ള ഒരാളാണ്. അത്തരം ഒരാളെ
മറ്റൊരു രീതിയിൽ ആക്രമിച്ച് പുറത്തു നിൽക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതിനകത്ത് CPM നടപടിയെടുക്കാതെ നിൽക്കുമ്പോൾ അത് മറ്റൊരു രീതിയിലുള്ള ദുഷ്ടലാക്കോട് കൂടിയുള്ള പ്രവർത്തനമാണ് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാവുകയും അത് CPMന് തിരിച്ചടിയായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ പാർലമെന്റ് രംഗത്തേക്ക് കൊണ്ടുവരണമോ എന്നുമല്ല വെള്ളാപ്പള്ളി പറയുന്നത്. മറിച്ച് സുധാകരൻ്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് CPM മുന്നോട്ട് പോകണം. അത് ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നില്ല. അങ്ങനെ പോയാൽ അത് ദോഷം ചെയ്യും. അത് ദോഷം ചെയ്യുന്നത് മറ്റൊരു തലത്തിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അത്തരമൊരു നിരീക്ഷണമാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ശ്രീജ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൃത്യമായി തന്റെ നിലപാട് പറയുകയാണ്. KC വേണുഗോപാലിനൊപ്പമാണ് അണികളുള്ളത്. VD സതീശനൊപ്പം ആരുമില്ല. അത് കടന്ന ഒരു മരപ്പട്ടി പോലുമില്ല. VD സതീശൻ്റെ അദ്ദേഹം നാളുകളായി തുടർന്നു വരുന്ന VD സതീശനെതിരായ അധിക്ഷേപങ്ങൾ ശരണ്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലും ആവർത്തിക്കുകയാണ്.